ഇന്നാണ് ആ കല്യാണം. കുറേ നാളായിട്ട് നമുക്ക് കാത്തിരുന്നൊരു ദിവസം ഇന്ന്. അപ്പം നമ്മുടെ അതുലിൻ്റെ ശ്രുതിൻ്റെ കല്യാണമാണ് ഗായ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഒരുങ്ങി സെറ്റായി ചെക്കനും കൂടി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ ഓഡിറ്റോറിയത്തിൽ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യം തന്നെ എടുക്കാമെന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മേക്കപ്പെല്ലാം അങ്ങ് ഒളിച്ച് പോയാലോ. ഇനി അടുത്ത വരുന്ന ഒരാളാണ് നമ്മുടെ ബ്രൈഡ്. നല്ല ചക്കരയായിട്ടുണ്ട് കാണാൻ, നല്ല ചുന്ദരിമണി. പിന്നെ അളിയനും കൂടി ഭയങ്കര സ്വീകരണമായിരുന്നു. പിന്നെ നേരെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി, താലികെട്ടൽ കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ പറയണ്ടല്ലോ, ഇതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായി കേട്ടോ. പക്ഷെ എന്നാലും ആ മുഖത്തതൊന്നും കാണാനില്ല, ഉള്ളിലെല്ലാം അടക്കി പിടിച്ച് നിൽക്കരുത്. ഞാൻ പെങ്ങളായതുകൊണ്ട് തന്നെ താലി കെട്ടുമ്പോൾ ബാക്കിൽ നിന്ന് മുടി പൊക്കി കൊടുക്കുക, സിന്ദൂരം നെറ്റിയിൽ വെക്കുമ്പോൾ സിന്ദൂരം എടുത്ത് കൊടുക്കുക, ഇതൊക്കെ എൻ്റെ ചടങ്ങായിരുന്നു ഗൈസ്. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് അവർ ചുറ്റും വന്ന് വലം വെച്ചു. എന്താ എൻ്റെ മോളവിടെ താഴെ നിൽക്കുന്നുണ്ടായിനെ, അതുമാമനും മാമിക്കും പൂ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിന്. അപ്പോൾ അവളെയും കൂട്ടി നേരെ സ്റ്റേജിലേക്ക് വിട്ടു. എന്നിട്ട് അതുമാമനും മാമിക്കും ഓരോരോ പൂ കൊടുത്തു. അവൾക്ക് ശരിക്കും ചമ്മല ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ. പിന്നെ നമ്മൾ കയറിയെന്ന് ഫോട്ടോ എടുക്കാമെന്ന് കയറി നമ്മൾ 4 ആൾ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും എൻ്റെ പിള്ളേഴ്സ് ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ടായി, വാ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ, റീലെടുക്കാമല്ലോ ചേച്ചി എന്നെല്ലാം. അപ്പം നമ്മൾ പിള്ളേഴ്സ് പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യം എടുത്ത് ഫുഡ് കഴിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അരി ഇരിക്കുക. നമ്മൾ ഇങ്ങോട്ട് കണ്ണൂർ പറയാം, നിങ്ങൾ എങ്ങനെ എടുക്കാൻ പറയാമെന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ മോളും ഞാനും കൂടി മിറർ കണ്ട പിന്നെ വീട്ടിലല്ലോ അവിടെ നിന്ന് പിന്നെയും ഫോട്ടോ.